நாங்கள் இப்பொழுது தேர்தலுக்கு நிற்பது நாட்டிலும் வளர்ந்துவிட்டது, அதை பார்த்தது. സെപ്റ്റംബർ 17 പെരിയാറിൻ്റെ ജന്മദിനമാണ്. ജാതീയതയുടെ ക്രൂരമായ അനീതികളോട് മൂർച്ചയേറിയ ആശയങ്ങളുമായി സമരം ചെയ്ത തന്തൈ പെരിയാറിൻ്റെ ജന്മദിനം. മതാന്ധത നിറഞ്ഞ ജാതീയ സമൂഹത്തോട് പെരിയാർ സന്ധി ചെയ്തില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന സകല അനീതികളെയും അയാൾ തുറന്നെതിർത്തു. നമ്മെ ശൂദ്രരായും അധസ്ഥിതരായും കാണുകയും മറ്റു ചിലരെ ഉന്നത കുലജാതരായ ബ്രാഹ്മണരായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയുണ്ടെങ്കിൽ ആ വ്യവസ്ഥിതിക്ക് ഉത്തരവാദികളായ ദൈവങ്ങളെ വേരോടെ പിഴുതുകളയുക തന്നെ വേണമെന്നാണ് പെരിയാർ പറഞ്ഞു വെച്ചത്. ഉത്തരേന്ത്യൻ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ദ്രാവിഡ ദേശീയതയിലൂന്നിയ സാംസ്കാരിക പ്രതിരോധങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട വഴികൾ തെളിച്ച നേതാവായിരുന്നു പെരിയാർ. പെരിയാർ എന്ന പേര് തമിഴ്നാടിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പര്യായമാണ്. ആ ജീവിതകഥ തമിഴ് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ തന്നെ ചരിത്രവും. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായാണ് പെരിയാർ സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതെങ്കിലും വർണ്ണാശ്രമത്തെ അംഗീകരിക്കുന്ന ഗാന്ധിയൻ ആശയങ്ങളോട് ഏറ്റുമുട്ടി ഒടുവിൽ കോൺഗ്രസ് വിട്ടു. സ്വയമര്യാദ ഇയക്കം എന്ന സ്വാഭിമാന മുന്നേറ്റത്തിന് രൂപം നൽകി. ജാതീയതക്കതീതമായി എല്ലാവർക്കും വിദ്യാഭ്യാസം, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം, സ്ത്രീകൾക്ക് തുല്യാവകാശം, ശൈശവ വിവാഹ നിരോധനം, മിശ്രവിവാഹങ്ങൾക്ക് പ്രോത്സാഹനം എന്നിങ്ങനെ അക്കാലത്ത് ആർക്കും ചിന്തിക്കാനാവാത്ത മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചു. ആയിരത്തി 1944 പെരിയാർ തുടങ്ങിയ ദ്രാവിഡ കഴകം തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെയാണ് തിരുത്തിയെഴുതിയത്. അയ്യരുടെയും അയ്യങ്കാർമാരുടെയും മുതലിയാർമാരുടെയും കൗണ്ടർമാരുടെയും തോട്ടങ്ങളിൽ അടിമപ്പണിയെടുത്ത് കഴിഞ്ഞിരുന്ന കീഴാള ജനതയ്ക്ക് സ്വന്തം കാലിൽ നിവർന്നു നിൽക്കാനുള്ള ധൈര്യം നൽകിയ നേതാവാണ് പെരിയാർ. അങ്ങനെ ദ്രാവിഡ സ്വത്വത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത ഉയർന്നു വന്നു. അടിച്ചമർത്തപ്പെട്ട സാമൂഹിക വിഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരളത്തിലെ വൈക്കത്ത് നടന്ന സത്യാഗ്രഹത്തിലും നേതൃപരമായ പങ്കാണ് പെരിയാർ വഹിച്ചത്. വൈക്കം വീരൻ എന്നാണ് അന്ന് പെരിയാർ അറിയപ്പെട്ടത്. പട്ടിക്കും കോഴിക്കും നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യർക്കും നടക്കണമെന്ന് പെരിയാർ വിളിച്ചു പറഞ്ഞു. നമ്മുടെ സാമീപ്യം കൊണ്ട് അശുദ്ധരാകുന്ന ദൈവങ്ങളെ നമുക്കാവശ്യമില്ലെന്ന പ്രഖ്യാപനം ജാതീയ മേധാവിത്വത്തെ പോറലേൽപ്പിച്ചു. ശാസ്ത്രജ്ഞാനം മാത്രമാണ് മുന്നോട്ടുള്ള ശരിയായ വഴിയെന്ന് പെരിയാർ ചുറ്റുപാടിനെ ബോധ്യപ്പെടുത്തി. ജാതീയമായ അധികാര വ്യവസ്ഥകളുടെ ഇരകളായി മനുഷ്യർ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നിടത്തോളം കാലം പെരിയാറിനെ ഓർക്കുക എന്നതുകൂടി ഒരു സമരമാണ്. ഇന്ന് സെപ്റ്റംബർ 17 പെരിയാറിൻ്റെ ജന്മദിനമാണ്.